മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. പ്രദേശവാസിയായ ശശിയുടെ വീടിന് നേരെയാണ് ആക്രമണം. വീട് തകർന്നു. ഭിത്തി ദേഹത്ത് വീണ് ശശിയുടെ ഭാര്യ വിജിക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. നാട്ടുകാരും വനം വകുപ്പും ആനക്കൂട്ടത്തെ വനത്തിലേക്ക് തുരത്തി. മരത്തിന്റെ വീട്ടിലായിരുന്നു ആ മരത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നടന്ന് പോവുകയില്ലേ. അവിടെ ഒരു ഗുണ്ട് പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഞാൻ പൊക്കോടാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ ഗുണ്ട് പൊട്ടിച്ചപ്പോ ഏതാണ് എന്താണെന്ന് അറിയില്ല. ഇത് വാല് ചുരുട്ടി പിടിക്കണുണ്ട്. ഇതേ അവിടെ വെച്ച് ഞങ്ങൾ വാഴ കിടക്കണേ. ഞങ്ങള് ഇതിന് ഓടി അത് ഇത് വികലാംഗയാണ്. അപ്പൊ ഇതിന് ഓടിച്ച് അകത്ത് കയറ്റി ഞാൻ അകത്ത് കയറുന്നതും 10 സെക്കൻഡ് കൊണ്ട് വന്നിട്ട് ഒരു അലർച്ച ഒരു വിളിയും കഴിഞ്ഞിട്ട് ഇതൊന്ന് തള്ളി കഴിഞ്ഞിട്ട് ഒന്നോടെ അങ്ങോട്ട് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കത്തില വന്ന് എൻ്റെ കാലയിലേക്ക് വീണു. അത് ഞാനിങ്ങനെ തള്ളി പിടിച്ചിട്ട് ഇതിനെ മാറ്റി. ആ മരം വന്ന് ഇവിടെ ഇതിപ്പോ നീർക്കെട്ടാണിത്. അത് ഇനിയിപ്പോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ രാത്രി ഇത് സമ്മതിക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ പശുവിന്റെ ജീവനാണ് ഇതിന്. അപ്പൊ അത് കാരണം രാത്രി തന്നെ പോരാന്നും പറഞ്ഞ് പോകുന്നതാണ്. ഇവിടെ രാത്രി 11 ഒരു കൂട്ടം ആന വരികയും ഒരു ആന തിരിഞ്ഞു വന്ന് ഈ ഭവനം ആക്രമിക്കുകയാണ് ചെയ്തത്. ഇവർ വികലാംഗിയായ ഒരു സ്ത്രീയും ഒപ്പം തന്നെ ഭർത്താവും ഉള്ളത്. ഇവർ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. ആനയുടെ വലിയ ആക്രമണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഫെൻസിങ്ങുടെയും ചുറ്റുമുടുകളൊക്കെ ഉണ്ട്. ജനവാസ മേഖലയാണ്. ഇവിടെ രാത്രി ആനയുടെ ശക്തമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ഫെൻസിങ് ഇടുക എന്നുൾപ്പെടെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ആ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം ഭാഗ്യവശാൽ ജീവൻ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. അതും അവർ ബുദ്ധിമുട്ടുള്ള ആ സ്ത്രീയാണ്. അവർക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇത് സ്ഥിരം ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണോ? ശ്രീജ, ഇത് സ്ഥിരം ആന ഇറങ്ങുന്ന ഒരു പ്രദേശം തന്നെയാണ്. നേരത്തെയും തന്നെ ഇവിടെ കുട്ടിയാനകളെ കിണറ്റിൽ വീണിട്ടുള്ള സംഭവങ്ങൾ പലതവണയായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. സ്ഥിരം ആനക്കൂട്ടം എത്തുന്ന സ്ഥലമാണ്. പലതവണ ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതങ്ങനെ രൂക്ഷമായ രീതിയിലുള്ള വിഷയങ്ങൾ, ഈ വന്യജീവികളുടെ വിഷയങ്ങൾ നേരിടുന്നു. പ്രത്യേകിച്ച് ഈ ആനക്കൂട്ടം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ മലയാറ്റൂർ ഇല്ലിത്തോടെന്നെല്ലാം പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ. അതിന്റെ ആ പ്രദേശങ്ങളിലെല്ലാം പലപ്പോഴുമായിട്ട് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായ ഒരു സ്ഥലം തന്നെയാണ്. അതിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായിരിക്കുന്നത്. രാത്രി 11 മണിയോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. ആനക്കൂട്ടം വീട് തകർക്കുകയായിരുന്നു. വീടിന്റെ ഭിത്തി ദേഹത്ത് വീണാണ് ശശിയുടെ ഭാര്യ വിജിക്ക് പരിക്കേറ്റിരിക്കുന്നത്. അവർ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്. പിന്നീട് പോലീസും വനം വകുപ്പും എല്ലാവരും ചേർന്നാണ്, ഈ പ്രദേശവാസികളും എല്ലാം ചേർന്നാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. നാട്ടുകാരും വനം വകുപ്പും ചേർന്ന് ആനക്കൂട്ടത്തെ വനത്തിലേക്കെല്ലാം തന്നെ കയറ്റിവിടുകയും എല്ലാം ചെയ്തു. താൽക്കാലികമായി ഒരു പ്രതിസന്ധി ഒഴിഞ്ഞുവെന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്ഥിരം ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ്. പലതവണ ഇത് പരാതികൾ പറഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും ഈ കിണറ്റിൽ ആന വീഴുന്നത് പതിവാകും. നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ പ്രദേശത്ത്. പിന്നീട് വനം വകുപ്പ് അത് കിണറിടിച്ച് പിന്നെ ആനയെ കയറ്റിവിടുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്ന് നിരവധിയായി തവണയായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ കാട്ടാന ശല്യം മൂലം പലതവണ ഇവിടെ വഴിതടയൽ സമരം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ആ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാം എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു ഉറപ്പിലേക്കും പോയിട്ടില്ല. അങ്ങനെ ഒരു ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. സമരമല്ലാതെ മറ്റു വഴികളില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ നാട്ടുകാർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് ഇവിടെ കാരണമാക്കിയിട്ടുണ്ട്. ശ്രീജ, ശരി. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.